നാസർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് ഈ ഹോർമുസ് കടലെടുക്ക്, അതിലൂടെയുള്ള വ്യാപാരം എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ അതിനെ പ്രതിരോധിക്കുന്നത് ഈ രീതിയിലാണ്. ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് ഇറാൻ ഇത്തരത്തിൽ കപ്പലുകൾ കടന്നു പോകാനുള്ള ഒരു അനുമതി നൽകുന്നുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി എത്ര നാൾ നീളും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു ഇടപെടലല്ലേ ഈ ഘട്ടത്തിൽ അനിവാര്യമുള്ളത്? ഒരുപക്ഷെ ഈ പ്രകോപനപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നതിനെക്കാട്ടും അപ്പുറം ഇറാൻ വയ്ക്കുന്ന ചില ഉപാധികളുണ്ട്, അതിലൊരു പരിശോധന നടത്തി അങ്ങനെ ഒരു നയതന്ത്ര പ്രശ്ന പരിഹാരമല്ലേ ആവശ്യമുള്ളത്? അനീഷ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പം ബ്രിട്ടൻ ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇറാനുമായിട്ട് പോലും നിരന്തരമായി ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 18 കപ്പലുകളാണ് ഒരൊറ്റ ദിവസത്തിനുള്ളിൽ ഹോർമുസ് കടൽ കടക്കാൻ ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ ഫ്രഞ്ച് കപ്പലും ഉൾപ്പെടുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതാത് രാജ്യങ്ങൾ ഇറാനുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് അതാത് കപ്പലുകളുടെ സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ അതിന് അനുമതി നൽകുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെയുള്ള ഏതാണ്ട് നിരവധി എണ്ണക്കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ആ അനുമതി കൂടി നൽകിയിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾ വലിയ തോതിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. അപ്പം ഇറാനുമായിട്ട് നിരന്തരമായി ബന്ധങ്ങൾ പുലർത്തുക, അതായത് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെയും പിന്നെ ഒരു ഏകോപനം, ഈ കപ്പലുകൾ കടന്നു പോകുന്നതിലുള്ള ഏകോപനം തങ്ങളുടെ വരുതിയിൽ വരണമെന്ന ഒരു ഇറാന്റെ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പതുക്കെ വിജയിക്കുന്നതായിട്ട് പിന്നെ വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേരിക്ക ഒരു പിന്മാറ്റം നടത്തി. ഇനി അമേരിക്കയ്ക്ക് മുമ്പ് ഏക മാർഗം എന്നത് ഈ കാർഗ് ദ്വീപ് പിടിച്ചടക്കുക എന്നതാണ്. ഇറാന്റെ എണ്ണ സമ്പന്നമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദ്വീപ് കൂടിയാണ് അത്. ഇറാൻ എണ്ണ ഉൽപാദനത്തിന്റെ ആ ടെർമിനലുകളുടെ ഏതാണ്ട് 90% കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ചെറിയൊരു ദ്വീപിലാണ്. അതുകൊണ്ട് അവിടെ കടന്നു കയറുക എന്ന ഒരു നീക്കം നേരത്തെ തന്നെ ട്രംപ് ആവിഷ്കരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നിരവധി പടക്കപ്പലുകളും മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ജോർജ് ബുഷ് എന്ന മറ്റൊരു പടക്കപ്പൽ കൂടി മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഏതാണ്ട് 5000-ഓളം സൈനികർ ആ കപ്പലിൽ മാത്രമുണ്ട്. അപ്പൊ അത്തരം ഒരു സൈനിക നീക്കത്തിൽ ഒരുപക്ഷെ അതിൽ ഒരു ഘട്ടത്തിൽ അമേരിക്ക വിജയിച്ചേക്കാം. പക്ഷേ ഈ ദ്വീപിന്റെ മേൽ അധിനിവേശം നിലനിർത്തുക എന്നത്, എത്ര കാലം ഈ അധിനിവേശം അമേരിക്കക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നത്, അതിനോടുള്ള വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇറാന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുമെന്നത്, ഇത്തരം വലിയൊരു സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കരയുദ്ധം എന്നത് ഇപ്പോൾ പോലും അമേരിക്കയെ അത്ര ഗൗരവത്തിൽ ആലോചിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് ഈ സൈനിക മുന്നൊരുക്കങ്ങളൊക്കെ തുടരുന്നുണ്ട്. പക്ഷേ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ മണ്ണിൽ കാലുകുത്തുന്ന ഓരോ സൈനികനെയും കൊലപ്പെടുത്തുമെന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അവർ നൽകുന്നു. അത് മാത്രമല്ല എല്ലാ സൈനിക സംവിധാനങ്ങളും ഒരുക്കാൻ സൈന്യത്തിന് തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോൾ കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക്, കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അമേരിക്ക ഈ ഘട്ടത്തിൽ മുൻകൈയെടുക്കുമോ? അതല്ല മറ്റു രാജ്യങ്ങളുടെ താല്പര്യമായിട്ട് ഇതിനെ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്ക പിൻവാങ്ങുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയാണ് ആക്രമണം പിന്നിട്ട് 2 ദിവസമായിട്ട് അമേരിക്കയും ഇസ്രായേലും തുടരുന്നത്. കാരണം തെഹ്റാനിലെ ഏറ്റവും വലിയൊരു പാലം ഇന്നലെ 2 തവണ ആക്രമിക്കുകയും 8 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 95 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ പാലം തകർന്നതോടുകൂടി വലിയൊരു വിഭാഗം ജനതയുടെ വിവിധ പ്രവിശ്യകളിലേക്കുള്ള പലായനത്തെ കൂടിയാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇറാന്റെ നട്ടെല്ലൊടിക്കുക എന്നൊരു കൃത്യമായിട്ടുള്ള സമീപനമാണ് പിന്നിട്ട് 48 മണിക്കൂറിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ അടിസ്ഥാനം തന്നെ. പക്ഷേ ഇതിനോടുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി മേഖലയിലെ അമേരിക്കൻ പങ്കാളിത്തമുള്ള കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, കേന്ദ്രങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. അത് ഈ ഗൾഫ് ഉൾപ്പെടെയുള്ള മേഖലയിലെ രാജ്യങ്ങളിൽ വലിയ തോതിൽ തന്നെ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. കാരണം ഇന്ന് കുവൈത്തിന് നേരെ, അബുദാബിക്ക് നേരെയൊക്കെ എണ്ണ വാതക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതും ഒരു പക്ഷേ ഈ നീക്കത്തിന്റെ ഒക്കെ ഭാഗമായിരിക്കാം. പക്ഷേ അത് കൂടുതൽ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പാണ് മേഖലയിലെ രാജ്യങ്ങൾ കൂടി അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനീഷ, നാസർ, ഈ ഹോർമുസ് എന്ന് പറയുന്ന ഈ ഒരു കടലെടുക്ക് അത് പേർഷ്യൻ ഗൾഫിനോടൊപ്പം ഇറാന്റെ അതിർത്തിയോടും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ കപ്പലുകൾക്ക് അനുമതി നൽകുകയാണെങ്കിൽ, നിരുപാധികമായ അനുമതി നൽകുകയാണെങ്കിൽ US-ന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണത്തിനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയല്ലേ ചെയ്യുക എന്നൊരു ആശങ്ക ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കാരണം ഇതിനു മുമ്പും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൊക്കെയായിരുന്നു അപ്രതീക്ഷിതമായി US-ന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. ഒരു പക്ഷേ ആ ആശങ്കയല്ലേ ഇവിടെ പരിഹരിക്കേണ്ടിയിരുന്നത് ആദ്യം?
അനീഷ, തീർച്ചയായിട്ടും. കാരണം നയതന്ത്രമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് ഇറാൻ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ സൈനിക പങ്കാളിത്തം തുടരുന്ന നാറ്റോ രാജ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടതാണ്. ഗൾഫ് രാജ്യങ്ങൾ പോലും പറഞ്ഞത് ഒരു സൈനിക നടപടികൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, വേണ്ടത് ഒരു നയതന്ത്ര നീക്കങ്ങളാണ്. രമ്യമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഈ രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും 4 ദിവസം കൊണ്ട് ആക്രമണം നടത്തുമെന്നും ഇറാനിലെ റെജീം ചേഞ്ച് നടത്തുമെന്നും അവിടുത്തെ സൈനികമായിട്ട് കീഴ്പ്പെടുത്തുമെന്നും അങ്ങനെ ഇറാനെ ഒരു ശിലായുഗത്തിലേക്ക് നയിക്കുമെന്നും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഈ ഒരു ആക്രമണത്തിന് മുന്നിട്ടിറങ്ങിയത്. തുടക്കത്തിൽ 4 ദിവസം പറഞ്ഞത് ഇപ്പോൾ 35-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി 2 മുതൽ 3 ആഴ്ച കൂടി ഈ ആക്രമണം നീളുമെന്നാണ് ഏറ്റവും അവസാനം ട്രംപ് വ്യക്തമാക്കുന്നത്. ആ സമയത്ത് പോലും ഒരു സ്ട്രാറ്റജി ഇല്ല, എങ്ങോട്ട് യുദ്ധം കൊണ്ടുപോകണം, ഈ യുദ്ധത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം, ഇങ്ങനെ എന്തെങ്കിലും പ്രതികൂലമായി സംഭവിച്ചാൽ ഏത് നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഇരുട്ടിൽ തപ്പുന്ന ഒരു അമേരിക്കൻ നേതൃത്വം, അമേരിക്കൻ നയതന്ത്ര സമീപനം, അമേരിക്കൻ സൈനിക സമീപനമാണ് പിന്നിട്ട് 48 മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ഏറ്റവും വലിയ മെഡിക്കൽ ഗവേഷണ കേന്ദ്രത്തിന് ബോംബിടുക, ഏറ്റവും വലിയ പാലത്തിന് ബോംബിടുക, അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക, 600ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു ദിശ ഏത് എന്ന് കൃത്യമായിട്ട് തിരിയാത്ത അവസ്ഥയിലുള്ള ഒരു സമീപനവും പ്രതികരണവും സൈനിക നടപടിയും തുടരുന്ന ഒരു ഘട്ടത്തിൽ ഒരു നയതന്ത്ര സമീപനത്തിലേക്ക് ഇനി അമേരിക്കക്ക് എത്ര കണ്ട് വരാൻ സാധിക്കും? അതെല്ലാം സൈനികമായിട്ടുള്ള ഒരു പ്രമത്തതയിലൂടെ തങ്ങളുടേതായിട്ടുള്ള ഒരു ആധിപത്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ കുരുതിയിലേക്കും ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളുടെ വിനാശകരമായിട്ടുള്ള തകർച്ചയിലേക്കുമാണോ അമേരിക്ക ഈ കാര്യങ്ങളെ യുദ്ധത്തെ കൊണ്ടുപോകുന്നത് എന്ന വലിയൊരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നിർഭാഗ്യമായ അവസ്ഥ ഇതിനെ ചെറുക്കാൻ ശക്തമായിട്ടുള്ള ഒരു നീക്കം മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാവുന്നില്ല എന്നതാണ്. ചൈനയും റഷ്യയും ഒക്കെ പ്രതികരണം നടത്തി ഇടനിലക്കാരാകാൻ തങ്ങൾ സന്നദ്ധമാണെന്ന് അറിയിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചില ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി. പക്ഷേ UN ഉൾപ്പെടെയുള്ള വേദികൾ അതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളും ഏതാണ്ട് നിസ്സംഗമായ ഒരു സമീപനം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് ഇറാനുമായിട്ട് ചർച്ച നടത്തുകയും തങ്ങളുടെ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന ഏറ്റവും ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പേടിക്കുന്നതും അതാണ്. കാരണം ഇറാൻ ഇതിലൂടെ കൂടുതൽ രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായിട്ടും ശക്തി ആർജിക്കുമോ എന്നൊരു ആശങ്കയുടെ പുറത്താണ് ഇപ്പോൾ സാമ്പത്തിക കേന്ദ്രങ്ങളെ കൂടുതൽ ആപൽക്കരമായ രീതിയിൽ ആക്രമിക്കാനുള്ള നീക്കം തുടർന്നുകൊണ്ടിരിക്കുന്നതും. അനിഷ.